ഫ്രീഡം എന്ന പ്രചരണ പരിപാടി IT സംരംഭങ്ങൾ തുടങ്ങുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച സൗജന്യങ്ങൾക്ക് പിന്തുണയുമായാണ് ഈ പുതിയ കൂട്ടായ്മ. IT സംരംഭങ്ങൾ തുടങ്ങാൻ മുന്നിട്ടിറങ്ങുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് 20% ഹാജരും 4% ഗ്രേസ് മാർക്കും നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്തുണയുമായാണോ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 30 Days of Freedom എന്ന ക്യാമ്പയിനോ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി. രണ്ടായിരത്തോളം കുട്ടികൾ പരിപാടികളിൽ അണിനിരന്നു. 5 to 10 years from now കേരളം എവിടെ എത്തണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. ഫ്യൂച്ചർ അപ്പൊ അതിന് ആ ഒരു ടാർഗറ്റ് എത്തണമെങ്കിൽ ഇപ്പൊ നമ്മുടെ യൂത്ത് ഇപ്പൊ ഒരു സ്റ്റാൻഡ് എടുത്താലേ പറ്റുള്ളൂ. ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിനെയാണ് കുട്ടികൾ പ്രചരണ പരിപാടിക്ക് മാതൃകയാക്കിയിരിക്കുന്നത്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ഈ വിദ്യാർത്ഥി മുന്നേറ്റത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അമേരിക്കയിലൊക്കെ സിലിക്കൺ വാലി എന്ന് പറയുന്ന സംഭവം മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സ് അങ്ങനത്തെ ഈ പ്രതിഭാസങ്ങളൊക്കെ വന്നത് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കേരളത്തിൽ കൊണ്ടുവരിക, കേരളത്തിലേക്ക് ഒരു സിലിക്കൺ വാലി. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. എല്ലാവർക്കും ആ ഒരു ലക്ഷ്യം എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് എല്ലാവർക്കുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള സൗജന്യങ്ങൾ ഒക്ടോബർ 14 മുൻപ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി എമർജിംഗ് കേരളയുടെ വേദിയിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്ക് നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലും 30 Days of Freedomമായി എത്തുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. പ്രമുഖ IT കമ്പനിയായ സ്റ്റാർട്ടപ്പ് വില്ലേജാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.